സൈബർ സെക്യൂരിറ്റി ഫീൽഡിൽ ജോലിയിട്ട് നമ്മൾ കോഡിംഗ് അറിഞ്ഞിരിക്കണം, നമ്മൾ പ്രോഗ്രാമിംഗ് പഠിച്ചിരിക്കണം. ഇത് എന്നോട് ഒത്തിരി പേർ ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഇനിയും ഇതുപോലത്തെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് കാണാൻ നമ്മളെ ഫോളോ ചെയ്യാനും മറക്കണ്ട. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്ത് ചോദിക്കാനും മടിക്കണ്ട. സൈബർ സെക്യൂരിറ്റിയിൽ കോഡിംഗ് വേണ്ട സിനാരിയോസും ഉണ്ട്, വേണ്ടാത്ത സിനാരിയോസും ഉണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, സൈബർ സെക്യൂരിറ്റി എന്ന് പറഞ്ഞ ഒരൊറ്റ ജോലിയല്ല, അതിനകത്ത് ഒരുപാട് സബ് ഡിവിഷൻസ് ഉണ്ട്. നമ്മൾ എന്ത് റിസോഴ്സിനെയാണ് ടാർഗറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്ത് ഡിവൈസിനെയാണ് ഫോക്കസ് ചെയ്യുന്നത് ഡിപ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളും നമ്മൾ നോളജ് ബേസും അതുപോലെ നമ്മൾ ചെയ്യേണ്ട ടാസ്കുകളും മാറി മാറി വരും. എൻറ്റയർലി ഡിഫറൻ്റ് ആയിരിക്കും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ നെറ്റ്വർക്കിംഗ് ഡിവൈസസിനെ ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ അത് നെറ്റ്വർക്ക് സെക്യൂരിറ്റി അല്ലെങ്കിൽ വൈഫൈ സെക്യൂരിറ്റി എന്ന് പറയുന്ന ഡിവിഷൻ തന്നെയുണ്ട്. അതുപോലെ തന്നെ എൻ ഡിവൈസസ്, നമ്മുടെ മൊബൈൽ ഫോൺ അല്ലെങ്കിൽ ലാപ്ടോപ്പ് അല്ലെങ്കിൽ ക്ലയൻറ്റ്സ് യൂസ് ചെയ്യുന്ന എൻ ഡിവൈസസിനെ ഫോക്കസ് ചെയ്യുന്ന എൻ പോയിൻറ്റ് സെക്യൂരിറ്റി എന്ന് പറയുന്ന ഡിവിഷൻ തന്നെയുണ്ട്. അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ സെക്യൂരിറ്റി, സോഫ്റ്റ്വെയർസ്. അതുപോലെ തന്നെ ഈ ആപ്ലിക്കേഷൻ സെക്യൂരിറ്റിക്കകത്ത് തന്നെ ഇപ്പോൾ വെബ് ആപ്ലിക്കേഷൻസ്, വെബ്സൈറ്റിനെ ഫോക്കസ് ചെയ്യുന്ന വെബ് ആപ്ലിക്കേഷൻ സെക്യൂരിറ്റി, അതുപോലെ തന്നെ നമ്മുടെ ആൻഡ്രോയിഡ് അല്ലെങ്കിൽ iOS ഡിവൈസസിൻ്റെ ആപ്ലിക്കേഷൻസിനെ ഹാൻഡിൽ ചെയ്യുന്ന അത് ആപ്ലിക്കേഷൻ സെക്യൂരിറ്റിക്കകത്ത് തന്നെ മൊബൈൽ ആപ്ലിക്കേഷൻ സെക്യൂരിറ്റി എന്ന് പറയുന്ന ഡിവിഷൻസ് ഉണ്ട്. ഇങ്ങനെ പല 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 ഡിവിഷൻസ് ഉണ്ട്. ഇതിൽ ചില ഫീൽഡിൽ നമുക്ക് കോഡിംഗ് അത്യാവശ്യമായിരിക്കും, പക്ഷേ ചില ഫീൽഡിൽ നമുക്ക് കോഡിംഗ് മാൻഡേറ്ററി ആയിരിക്കത്തില്ല. അത് നിങ്ങൾ ഏത് പാത്താണ് ചൂസ് ചെയ്യുന്നത്, എന്തൊക്കെ ടാസ്കുകളാണ് നിങ്ങൾ ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് ഡിപ്പെൻഡ് ചെയ്തിരിക്കും കോഡിംഗ് അറിയണോ വേണ്ടയോ എന്നുള്ളത്. പക്ഷേ സൈബർ സെക്യൂരിറ്റി ഹോളായിട്ട് എടുത്ത് നോക്കുകയാണെങ്കിൽ, സൈബർ സെക്യൂരിറ്റിയുടെ ബാക്ക് ബോൺ എന്ന് പറയുന്നത് ഏറ്റവും അത്യാവശ്യമായിട്ട് നല്ല രീതിയിൽ അറിഞ്ഞിരിക്കേണ്ടത് നെറ്റ്വർക്കിങ്ങും അതുപോലെ തന്നെ ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റവുമാണ്. അതിൻ്റെ കൂടെ തന്നെ പൈത്തൺ പോലെ ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് നിങ്ങൾക്ക് പഠിക്കാമെങ്കിൽ അത് നിങ്ങൾക്ക് വളരെ വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും, നല്ല ഉപയോഗമായിരിക്കും. ഞാനിപ്പോൾ പറഞ്ഞത് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് വേണോ വേണ്ടയോ എന്നുള്ളതാണ്. പക്ഷേ നമ്മൾ മുന്നോട്ട് പോകുന്ന സമയത്ത് ഇവൻച്വലി ഒരു 90% കേസസിൽ നമ്മൾ കോഡിംഗ് പഠിക്കേണ്ടതായിട്ട് വരും.